നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യമേ തന്നെ പോകേണ്ടത് ഓസ്കർ വേദിയിലേക്കാണ്. അതായത് ഓസ്കറിൽ ഇപ്പോൾ നോ അതർ ലാൻഡ് എന്ന് പറയുന്ന ചിത്രത്തിന് മികച്ച ഡോക്യുമെൻ്ററി വിഭാഗത്തിൽ ഓസ്കർ ലഭിച്ചിരിക്കുകയാണ്. അധിനിവേശത്തിന് കീഴിലുള്ള പാലസ്തീനെക്കുറിച്ചും അതുപോലെ തന്നെ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളെക്കുറിച്ചും ഇസ്രയേൽ നടത്തുന്ന കുടിയിറക്ക ശ്രമങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അതെങ്ങനെയാണ് പാലസ്തീൻ ജനങ്ങൾ പ്രതിരോധിക്കുന്നത് എന്നതിനെക്കുറിച്ചുമെല്ലാമാണ് ഈ ഒരു ചിത്രം പറയുന്നത്. ഓസ്കറിലെ തിളക്കമാർന്ന വിജയത്തോടു കൂടി തന്നെ ഇതിനു മുമ്പും തന്നെ ഇത് വളരെയധികം ജനശ്രദ്ധ നേടിയ ഒരു ചിത്രം തന്നെയാണ്. ഈ ഒരു ഓസ്കർ കൂടെ കിട്ടിയതോടുകൂടി വൻ ജനശ്രദ്ധയാണ് ഈ ഒരു ചിത്രത്തിന് ഇപ്പോൾ നേടിയെടുക്കാൻ സാധിച്ചത്. എന്നാൽ ഈ ഒരു ജനപിന്തുണയും അതുപോലെ തന്നെ ഇത്തരം ഒരു ഡോക്യുമെൻ്ററി വിഭാഗത്തിൽ ഒരു ഓസ്കർ നേടാൻ സാധിച്ചതും വളരെയധികം ഞെട്ടിച്ചിരിക്കുന്നത് ഇസ്രയേലിനെ തന്നെയാണ്. നിരവധി പേരാണ് ഇത് ഇസ്രയേലിൻ്റെ താല്പര്യങ്ങൾക്ക് വിപരീതമാണ് എന്ന രീതിയിൽ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാലും ഇത്തരം അഭിപ്രായങ്ങളുണ്ട് എങ്കിൽ പോലും വൻ ജനശ്രദ്ധ ഈ ഒരു ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനിടെ ട്രംപ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു AI വീഡിയോ ഷെയർ ചെയ്തിരുന്നു. അതായത് ഭാവിയിൽ ഗസ എങ്ങനെയായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു AI, അതായത് ഒറിജിനൽ അല്ല, അത് ജനറേറ്റ് ചെയ്തത് AI ജനറേറ്റ് ചെയ്തെടുത്ത ഒരു വീഡിയോ ട്രംപ് ഷെയർ ചെയ്തിരുന്നു. അതായത് ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും കാണിക്കുന്നത് ട്രംപ് നഗ്നപാതനായിട്ട് ഗസയിലൂടെ ഒരു റിസോർട്ടിലൂടെ നടക്കുന്നതും അതുപോലെ തന്നെ ഗസയുടെ തീരങ്ങളിൽ, സമുദ്ര തീരങ്ങളിൽ വൻ കെട്ടിടങ്ങളെല്ലാം ഉയർന്നു വരുന്നതുമാണ് ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നത്. എന്നാൽ അപ്പോൾ തന്നെ നിരവധി പേരാണ് ഈ ഒരു വീഡിയോയ്ക്കെതിരെ നിലപാടെടുത്തത്. ഗസ എന്നും പാലസ്തീനികൾക്കുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നൊരു അട്ടിക്കുറിപ്പോടുകൂടി തന്നെ ഈ ഒരു വീഡിയോയ്ക്കെതിരെയുള്ളൊരു വീഡിയോയും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. പരമ്പരാഗതമായിട്ടുള്ള പാലസ്തീനിയൻ നൃത്തരൂപമായിട്ടുള്ള ദബ്കെ അവതരിപ്പിക്കുന്ന പാലസ്തീനിയൻ യുവാക്കളെയും നമുക്ക് ഈ ഒരു വീഡിയോയിൽ, അതായത് ട്രംപിനെതിരെ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ആ ഒരു വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഗസ നമ്മുടെയാണ്, ആരായാലും ശരി, എന്തായാലും ശരി, ഞങ്ങൾ കുലുങ്ങാതെ നിൽക്കുന്നു, ഞങ്ങൾ ഇവിടെ നിലനിൽക്കുന്നു എന്ന് തുടങ്ങുന്ന ഒരു റോക്ക് ഗാനവും ഈ ഒരു വീഡിയോയ്ക്ക് പശ്ചാത്തലമായിക്കൊണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. മറ്റൊരു വാർത്ത വരുന്നത് ഗസയെ പുനർനിർമ്മിക്കുന്നതിനായിട്ടുള്ള പദ്ധതിക്ക് അറബ് രാജ്യങ്ങൾ അംഗീകാരം നൽകിയിരിക്കുകയാണ്. ട്രംപിൻ്റെ ഒരു വിവാദ പ്രസ്താവനയുണ്ട്. അതായത് അമേരിക്ക ഗസ പിടിച്ചടക്കി അവിടെ പുനർനിർമ്മിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞു വയ്ക്കുന്നത്. എന്നാൽ അതിന് ബദലായിട്ടാണ് ഇപ്പോൾ അറബ് നേതാക്കൾ പുതിയ പദ്ധതി അവർ രൂപീകരിച്ചിരിക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഗസ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചൊവ്വാഴ്ചയാണ് ഇപ്പോൾ ഈ ഒരു പദ്ധതിക്ക് അംഗീകാരം നൽകിയിരിക്കുന്നത്. ഗസയ്ക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയേക്കാവുന്ന നിയന്ത്രണങ്ങൾക്കെതിരെ അറബ് രാജ്യങ്ങൾ, അതുപോലെ തന്നെ പാലസ്തീനികൾ, അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് നിരവധി യൂറോപ്യൻ രാജ്യങ്ങളാണ് ഇത്തരം ഒരു കാര്യം നിരാകരിച്ചത്. ഗസയിലെ ജനങ്ങളെ കുടിയിറക്കാനുള്ള ഏതൊരു നീക്കത്തെയും എതിർക്കുമെന്നും അഭിപ്രായമുയർന്നു. പാലസ്തീനിയൻ ജനങ്ങളെ കുടിയിറക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മറ്റ് സംഘർഷങ്ങളിലേക്ക് വഴിവെച്ചേക്കാം എന്നൊരു മുന്നറിയിപ്പും ഈ ഒരു സമ്മേളനം, ഈ ഒരു ഉച്ചകോടി നൽകുന്നുണ്ട്.